പട്ടികവർഗ വിഭാഗത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ആധികാരിക രേഖകൾ ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന് ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിലൂടെ സമാപനമായി. ക്യാമ്പിൽ ചാലിയാർ പഞ്ചായത്തിലെ വനമേഖലയ്ക്കകത്തുള്ള 39 ഊരുകളിൽ നിന്നുള്ള 814 ആളുകൾക്ക് ആവശ്യമായ രേഖകൾ ഉടനടി ലഭ്യമാക്കാൻ സാധിച്ചു. ചാലിയാർ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ABCD ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇടിവണ്ണ എസ്റ്റേറ്റ് ഗവൺമെന്റ് LP സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ABCD പ്രോഗ്രാം കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്തിലായിരുന്നു ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവം ഉണ്ടായിരിക്കണം. അപ്പോൾ അവർ പറഞ്ഞത് വഴിക്കടവ് പഞ്ചായത്തിനാണ് അവർ നേരിട്ട് ഉത്തരവ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞാനും ചെയർമാനും കൂടി പോയി ജില്ലാ കളക്ടറെ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ പൈസ പദ്ധതിയായിട്ട് മാറ്റിവെച്ച പൈസയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്യേണ്ടതായിരുന്നു. ഈ വർഷം ഇത്തരം കൂടുതൽ വഴക്കം സംഭവിച്ചെന്നില്ല നമുക്കറിയാം. കഴിഞ്ഞ എല്ലാ പഞ്ചായത്തുകളിലും ABCD പ്രോഗ്രാം വളരെ പരാജയപ്പെട്ട നിലയിലായിരുന്നു കണ്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ ചാലിയാർ പഞ്ചായത്തിൽ ഇതൊരിക്കലും പരാജയപ്പെടാൻ പാടില്ല. കാരണം ഇത് അടിസ്ഥാന ഒരു രേഖയാണിത്. വളരെ അധികം പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ ഈ പാവപ്പെട്ടവർക്ക് എല്ലാ രേഖയും ഉണ്ടായി കൊടുക്കാമെന്നാണ് ഇത്രയും കാലം വഴുക്കം സംഭവിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ തന്നെ വിവിധ പദ്ധതികളായി ബന്ധപ്പെട്ടുകൊണ്ട് പല രേഖകളും ആവശ്യപ്പെടുമ്പോൾ ഇവർ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പ്രൊമോട്ടർമാർക്കാണ് വളരെ പ്രയാസം. കാരണം ഇവരെ കൊണ്ടുപോകാനും കൊണ്ടു നടക്കാനും ഇവരെ കാര്യം 5 പൈസ ഉണ്ടാകും. പ്രൊമോട്ടർമാർ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് ഇവർക്കുള്ള രേഖകളൊക്കെ ഉണ്ടായിക്കൊണ്ട് കൊടുക്കുക. ഏതായാലും ഈ പദ്ധതി വൻ വിജയകരമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ABCD പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ തോണിയിൽ സുരേഷ് അധ്യക്ഷനായി. പരിപാടിയിൽ വാർഡ് മെമ്പർമാരായ PT ഉസ്മാൻ, ഗ്രീഷ്മ പ്രവീൺ, അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ N. സിന്ധു, ജില്ലാ അക്ഷയ കോർഡിനേറ്റർ TS. അനീഷ് കുമാർ, ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ശ്യാംകുമാർ, അകമ്പാടം വില്ലേജ് ഓഫീസർ സാക്കിർ മുഹമ്മദ്, സെക്രട്ടറി ഇൻചാർജ് KT. അനീഷ്, ഉണ്ണികൃഷ്ണൻ, ST പ്രൊമോട്ടർ ബ്ലസ്സി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് നടന്ന ക്യാമ്പിലൂടെ ആധാർ കാർഡ് 148, റേഷൻ കാർഡ് 121, ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡ് 44, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ 35, ഡിസ്ട്രിക്ട് 180, ജനന സർട്ടിഫിക്കറ്റ് 130, പഞ്ചായത്ത് സർട്ടിഫിക്കറ്റുകൾ 1, പ്രിന്റഡ് ആധാർ 10, ഡിജിറ്റൽ ലോക്കർ 57, കാസ്പ് 86, തൊഴിൽ കാർഡ് 2 എന്നിങ്ങനെയാണ് രേഖകൾ വിതരണം ചെയ്തതെന്ന് അക്ഷയ ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് നിത്യജീവിതത്തിൽ ആവശ്യമായ ആധികാരിക രേഖ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ തോണിയിൽ സുരേഷ് അധ്യക്ഷനായി. പരിപാടിയിൽ വാർഡ് മെമ്പർമാരായ PT ഉസ്മാൻ, ഗ്രീഷ്മ പ്രവീൺ, അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ N. സിന്ധു, ജില്ലാ അക്ഷയ കോർഡിനേറ്റർ TS. അനീഷ് കുമാർ, ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ശ്യാംകുമാർ, അകമ്പാടം വില്ലേജ് ഓഫീസർ സാക്കിർ മുഹമ്മദ്, സെക്രട്ടറി ഇൻചാർജ് KT. അനീഷ്, ഉണ്ണികൃഷ്ണൻ, ST പ്രൊമോട്ടർ ബ്ലസ്സി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് നടന്ന ക്യാമ്പിലൂടെ ആധാർ കാർഡ് 148, റേഷൻ കാർഡ് 121, ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡ് 44, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ 35, ഡിസ്ട്രിക്ട് 180, ജനന സർട്ടിഫിക്കറ്റ് 130, പഞ്ചായത്ത് സർട്ടിഫിക്കറ്റുകൾ 1, പ്രിന്റഡ് ആധാർ 10, ഡിജിറ്റൽ ലോക്കർ 57, കാസ്പ് 86, തൊഴിൽ കാർഡ് 2 എന്നിങ്ങനെയാണ് രേഖകൾ വിതരണം ചെയ്തതെന്ന് അക്ഷയ ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് നിത്യജീവിതത്തിൽ ആവശ്യമായ ആധികാരിക രേഖകളായ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ്, തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ്, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, ബാങ്ക് അക്കൗണ്ട് എന്നിവ ലഭ്യമാക്കുകയും ഈ രേഖകൾ ഡിജി ലോക്കറിൽ സൂക്ഷിക്കുവാനുള്ള സംവിധാനം ചെയ്യുകയുമാണ് ABCD പദ്ധതിയുടെ ലക്ഷ്യം.
പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളിൽ ഒരു വിഭാഗത്തിന് ആധികാരിക രേഖകൾ ഉണ്ടെങ്കിലും അവ സുരക്ഷിതമായി സൂക്ഷിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ചിലർക്ക് ഇത്തരം രേഖകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ മുഴുവൻ ജനങ്ങൾക്കും ആധികാരിക രേഖകൾ ലഭ്യമാക്കുവാനും അത് സുരക്ഷിതമായി സൂക്ഷിക്കുവാനുമുള്ള സൗകര്യം ഒരുക്കുകയാണ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഭാഗമായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പട്ടികവർഗ വിഭാഗക്കാരുടെ അടുക്കൽ നേരിട്ടെത്തിയും പ്രത്യേകം ക്യാമ്പുകൾ സംഘടിപ്പിച്ചുമാണ് ഇവർക്ക് രേഖകൾ ലഭ്യമാക്കിയത്. വിദൂര ഊരുകളിൽ നിന്നും ക്യാമ്പുകളിൽ എത്തുവാൻ വാഹന സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. ജില്ലാ ഭരണകൂടത്തിന് കീഴിൽ പട്ടികവർഗ വികസന വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, IT മിഷൻ, അക്ഷയ കേന്ദ്രങ്ങൾ, സിവിൽ സപ്ലൈസ് വകുപ്പ്, ഇലക്ഷൻ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, വില്ലേജ് ഓഫീസർമാർ, ലീഡ് ബാങ്ക്, മറ്റ് അനുബന്ധ ബാങ്കുകൾ, ഹരിതകർമ്മസേന തുടങ്ങിയവരും പദ്ധതിയിൽ പങ്കാളികളായി. SS Gold, Pure Gold. SS Group, Nilambur.